നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം രാജ്യം മുഴുവൻ ലൈവായിട്ട് കണ്ട വീഡിയോയാണ് AICC ആസ്ഥാനത്ത് വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലുന്നു എന്ന് തിരിച്ചറിഞ്ഞ സോണിയാഗാന്ധി നിർത്താനൊക്കെ ആവശ്യപ്പെടുന്നതും പിന്നീട് അത് വലിയ വാർത്തയും വിവാദവുമൊക്കെ ആയപ്പോൾ കസേര കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ന തരത്തിലൊക്കെ ന്യായീകരിക്കുന്ന മറ്റുമൊക്കെ കണ്ടു. നമ്മൾ കണ്ടതാണ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ലൈവായിട്ട് കണ്ടതാണ്. പക്ഷേ നമ്മൾ കണ്ട വീഡിയോ ഉണ്ടല്ലോ, അത് ഒറിജിനൽ വീഡിയോ അല്ല, അത് ഫേക്ക് വീഡിയോ ആണെന്നാണ് പറയുന്നത്. ആരാണെന്നറിയാമോ? കർണാടകയിലെ യൂത്ത് കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. അവരുടെ പേജിൽ, ഔദ്യോഗിക പേജിൽ അവരത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫേക്ക് വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് സോണിയാഗാന്ധി അലമ്പുണ്ടാക്കുന്നതും അത് കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നോക്കുന്നതും വന്ദേമാതരം മുഴുവനുള്ള വീഡിയോ ഫേക്കാണ്, എന്നിട്ട് ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് വെട്ടിമുറിച്ച ആദ്യത്തെ 2 വരി മാത്രം ചൊല്ലുന്ന വന്ദേമാതരം കൊടുത്തിട്ട് അതിനുശേഷമാണല്ലോ സോണിയാഗാന്ധി അലമ്പുണ്ടാക്കുന്നത്. അത് കാണിച്ചിട്ടില്ല. അതാണ് ഒറിജിനൽ എന്ന് പറയുകയാണ് കർണാടകത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ. ഇത് വർഷം 2026 എന്നോർക്കണം. നമ്മളൊക്കെ ലൈവായിട്ട് കണ്ടതാണ്. എത്രയോ ചാനലുകൾ അത് വെച്ച് ഇതിനകം തന്നെ ചർച്ചയും ചെയ്ത് കഴിഞ്ഞതാണ്. ആ സാധനം ഫേക്കാണ് എന്ന് പറഞ്ഞിട്ട് യുവാക്കളുടെ സംഘം കോൺഗ്രസിൻ്റെ അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഇത്രയും വേഗതയിൽ വാർത്തയും മറ്റും നമ്മുടെ വിരൽത്തുമ്പിലെത്തുമ്പോൾ ആ കാലത്ത് പോലും ഇത്രയും നട്ടാൽ കുരുക്കാത്ത ഒരു കള്ളം ഇവർക്ക് പടച്ചുവിടാൻ പറ്റുമെങ്കിൽ ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് ഇവർ എത്ര കള്ളങ്ങൾ പടച്ചു വിട്ടിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക ആദ്യം. രണ്ടാമത്തെ കാര്യം, വന്ദേമാതരം പോലെ ഒരു ഗീതം ഒറ്റയ്ക്ക് പാടുന്നതല്ല, ഒരു കൂട്ടം ആളുകൾ പാടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗാനം ആലപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നിലധികം തവണ റിഹേഴ്സൽ ചെയ്തിരിക്കും, പരിശീലനം തീർച്ചയായിട്ടും നടത്തിയിരിക്കും. സേവാദളുകാരാണ് അത്രേ അത് പാടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ആസ്ഥാനത്ത് വെച്ചും ഇതിൻ്റെ പരിശീലനം നടന്നിട്ടുണ്ട്. അതിനുശേഷമായിരിക്കുമല്ലോ അവരത് അവതരിപ്പിക്കുക. അപ്പോഴൊന്നും ഇവർക്കറിയില്ലായിരുന്നോ ഇത് മുഴുവനായിട്ട് ചൊല്ലും എന്നുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങളിതാ മുഴുവൻ പാടിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുകയും, എന്നാൽ ഈ ചില ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ആ വരി വന്നപ്പോഴേക്കും അലമ്പുണ്ടാക്കുന്നത് കാണിച്ചിട്ട് അത്തരക്കാരൊക്കെ വേണ്ടിയിട്ട് ഇതാ ഞങ്ങളത് തടയാൻ ശ്രമിച്ചിരുന്നു എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് കളിച്ചൊരു അഭ്യാസമല്ലായിരുന്നോ AICC ഓഫീസിൽ നമ്മൾ കണ്ടത്? എന്താണെങ്കിലും ശരി, സംഗതി വല്ലാത്ത രീതിയിൽ നാറിയിട്ടുണ്ട് കോൺഗ്രസ്. അതിന് മുമ്പത്തെ ദിവസം രാഹുൽ ഗാന്ധിയുടെ സ്റ്റേജിൽ കിടന്നിട്ടുള്ള നാടകം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തേഞ്ഞതാണ്. മറ്റൊരു രാജ്യം ഔദ്യോഗികമായിട്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തതാണ് ഇറ്റലി. അതിൻ്റെ ആ ചൂട് വിട്ടുമാറും മുമ്പ് അവർ വന്ദേമാതരത്തിൽ കടന്നാലമ്പ് ഉണ്ടാക്കുകയും ചെയ്തു. ഇനി ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം 2014 തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്ന് 2014 ആ സമയങ്ങളിൽ അദ്ദേഹം യോഗയൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം മുഖത്തെ വിയർപ്പ് തുടയ്ക്കുന്നുണ്ടല്ലോ ഒരു ടവൽ, അത് ദേശീയ പതാകയാണെന്ന് പറഞ്ഞിട്ട് അന്ന് കുറേ ആളുകൾ കരച്ചിലായിരുന്നു. ഇവന്മാർക്ക് ദേശീയ പതാകയും ത്രിവർണ്ണ കൊടിയും തമ്മിൽ ഇതുവരെ അതിനുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അത്തരം നിറവുള്ളൊരു കൊടിയിൽ അശോകചക്രം ഇല്ലെങ്കിൽ പിന്നെ അത് ദേശീയ പതാകയല്ല, അതൊരു പ്രതീകമായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ ഇരിക്കുന്ന കസേരയിലിടുന്ന ഒരു പ്രത്യേക ടർക്കിയില്ലേ, ഇനിയിപ്പോൾ നാളെ അത് ദേശീയ പതാകയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കളയുമെന്നറിയില്ല. അത് ഒന്നുമല്ല, അത് പൊതുവേ സർക്കാർ സർക്കാർ തലത്തിലുള്ള ഉയർന്ന ആളുകളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അവരുടെ ആ കസേരയിൽ ഇടാറുണ്ട്. അതൊന്നും ദേശീയ പതാകയല്ല എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം അന്ന് തുടച്ചത് ഇന്ത്യയുടെ ദേശീയ പതാകയാണ് എന്ന് പറഞ്ഞ് അന്ന് കുറേ കരച്ചിലായിരുന്നു. 12 വർഷം കഴിഞ്ഞതിന് ശേഷം അവരുടെ കരച്ചിൽ മാറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന ആ 3 നിറമുണ്ടല്ലോ, കണ്ടില്ലേ, നമ്മുടെ ദേശീയ പതാക എടുത്ത് തലതിരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ. അത് അയർലൻഡിൻ്റെ പതാകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവന്മാർ ഇത്ര ബോധമില്ലാത്തവന്മാരാണോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രാഷ്ട്രീയമായിട്ടൊന്നും ഇവർക്ക് പറയാനില്ലേ. ഇവർ ഈ ചെറിയ കാര്യങ്ങളിൽ കിടന്നിട്ട് പിടിക്കുകയാണ്. ഇപ്പോൾ ചിലർക്ക് ഇത് ചെറിയ കാര്യമല്ലല്ലോ. ഇന്ത്യൻ വ്യോമസേന ഉണ്ടല്ലോ, എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിലുണ്ട് ഈ സമാനമായിട്ടുള്ള, അതിങ്ങനെയാണ് കൊടുക്കുന്നത്. അതാണ് ഫ്ലാഗ് കോഡ് എന്ന് പറഞ്ഞ് ചട്ടങ്ങളുണ്ട്, അതിൽ അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. മാത്രമല്ല ഈ പോക്കറ്റിലൊന്നും ഇങ്ങനെയൊന്നും വെക്കാൻ പറ്റത്തില്ല ദേശീയ പതാക. അതായത് ദേശീയ പതാക ആവണമെങ്കിൽ നടുക്കത്തെ അശോകചക്രം വേണം. അപ്പോൾ അശോകചക്രം ഇല്ലാതെ ഇങ്ങനെ മൂവർണ്ണ ഒരു തുണിയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രതീകമായിട്ട് വെക്കാം. അത് അങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. ഇവർ ചിന്തിക്കേണ്ടേ, നരേന്ദ്രമോദി എന്ന വ്യക്തിയല്ല, നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇനി ഏത് വേഷത്തെ ഒരുങ്ങി വന്നാലും ശരി, അത് അദ്ദേഹം അല്ലാതെ തന്നെ എത്രയോ പേര് അത് ചെക്ക് ചെയ്തിരിക്കും. അതിനുശേഷം മാത്രമേ അദ്ദേഹം വാഹനത്തിൽ കയറി അവിടെ എത്തുകയുള്ളൂ. സുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം ഇടുന്ന വസ്ത്രങ്ങളെല്ലാം
അവർ പരിശോധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒഫീഷ്യലുകൾ അവർക്കിതൊന്നും അറിയാൻ മേലാത്തതാണോ? ഇവർ ഇത്ര പൊട്ടന്മാരാണോ ഈ ഇത്തരം ബാലിശമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ? അവർക്കെന്താ ഇതൊന്നും അറിയില്ല? അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ ഹയർ അതോറിറ്റിയിലെ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അത് SPGയിലെ ആവട്ടെ, മറ്റ് വകുപ്പിലെ ആവട്ടെ, അവരുടെയൊക്കെ ആ ഒരു പരിശോധന കഴിഞ്ഞതിന് ശേഷമല്ലേ അദ്ദേഹം വാഹനത്തിൽ കയറി ചെങ്കോട്ടയിലേക്ക് വരികയും ഈ പ്രസംഗമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇത് കണ്ടാൽ, ഇത് തെറ്റാണെങ്കിൽ, ഇത് ഇന്ത്യയുടെ അല്ലെങ്കിൽ അവർക്കെന്താ അത് മനസ്സിലാവില്ലേ? എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും സംഖ്യകളാണോ? ഇവർ പറയുന്ന പോലെ അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ടാണ് വെച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും അറിവില്ലാത്തതാണോ? SPGയിൽ എന്താ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയാണോ പിടിച്ച് നിയമിക്കുന്നത്? ഒന്നുമല്ലല്ലോ. അതൊക്കെ യോഗ്യരായിട്ടുള്ള ആളുകളെയല്ലേ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്കറിയില്ലേ ഇത് തെറ്റാണെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കില്ലേ? സാബ് അത് അങ്ങനെയല്ല വെക്കേണ്ടെന്ന് അവർ പറഞ്ഞു കൊടുക്കില്ല, അത് തിരുത്തുകയും ചെയ്യില്ലോ. അപ്പോൾ കൃത്യമായിട്ട് അവർക്കറിയാം അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല, ഫ്ലാഗ് കോഡിൽ അങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഉടനെ അത് അയർലൻഡിൻ്റെ കൊടിയാണ്, മറ്റേ കൊടിയാണ്, മറിച്ച കൊടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും പിരിച്ച് കഴുത്തിലിട്ടിരിക്കുന്ന സാധനം എന്നാ ദേശീയപതാകയാണോ? നിങ്ങളെന്താ അത് കണ്ടില്ലായിരുന്നോ? അവിടെ ഉണ്ടല്ലോ 3 നിറം, ഈ പറയുന്ന നമ്മുടെ പതാകയിലുള്ള പോലെ തന്നെ 3 നിറമുണ്ട്. അതിങ്ങനെ പിരിച്ചായിട്ടിരിക്കുന്നത്. അത് അപ്പം ശരിയാണോ? വിമർശിക്കുക, കാര്യമുള്ള കാര്യത്തിന് വിമർശിക്കുക. നിങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹം മുഖം തുടച്ചത് ദേശീയ പതാക കൊണ്ടാണെന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുള്ള തുണി കണ്ടോ ദേശീയ പതാക അങ്ങനെ വെച്ചിരിക്കുകയാണ് അയർലൻഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങൾ ഓരോ തവണയും വിളിച്ചു കൂവി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഷ്ടമെന്നേ പറയാനുള്ളൂ.